കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വിമർശനമുണ്ട്, ക്രിറ്റിസിസം. എന്താ ക്രിറ്റിസിസം എന്നുള്ളത്? നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് ഇട്ട് എന്നിട്ട് റീച്ച് കൂട്ടുകയാണ്, വ്യൂസ് കൂട്ടുകയാണ്, അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കൂടുതൽ കാശ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് എസ്പെഷ്യലി പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്ന, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുള്ള ഒരു റെസ്പോൺസ് ആണ് ഈ വീഡിയോ. ഞാൻ എത്രത്തോളം കാശ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എത്രത്തോളം നെഗറ്റിവിറ്റി പറഞ്ഞ് വ്യൂസ് കൂട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാമാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഒരു കൺസേണിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിൽ കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ബട്ട് എൻ്റെ വീഡിയോസ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് ഹാർഡ് ട്രൂത്ത്സ്. ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള സത്യങ്ങളാണ്, ബുദ്ധിമുട്ടുള്ള സത്യങ്ങളാണ്, നമുക്ക് ഇംബൈബ് ചെയ്യാൻ പ്രയാസമുള്ള സത്യങ്ങളാണ്. എസ്പെഷ്യലി നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളെ മണ്ടന്മാരാക്കുന്ന, നമ്മുടെ കുട്ടികളുടെ എന്താ പറയുക, എക്സാം പേപ്പർ ഈസി ആക്കിക്കൊണ്ട്, എക്സാം പേപ്പർ ലീക്ക് ആക്കിക്കൊണ്ട്, അതേപോലെ തന്നെ അവരെങ്ങനെ വളരെയധികം പാമ്പർ ചെയ്തുകൊണ്ട് അവരെ മണ്ടന്മാരാക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മളുള്ളത് എന്നുള്ളതാണ്. എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ മനഃപൂർവ്വം പല ആളുകളും മണ്ടന്മാരാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മണ്ടന്മാരാക്കുന്ന ആ ഒരു ലൂപ്പിൽ നിന്ന്, ആ ഒരു മെട്രിക്സിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ ഒരു പ്രധാനപ്പെട്ട തീം ആൻഡ് കണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഫുൾ ടൈം ഈ നെഗറ്റിവിറ്റി ഇടുന്നത്? ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട്. ഒരുപാട് സയൻസ് ഓഫ് ലേണിങ്ങിൻ്റെ എത്ര വീഡിയോസ് എൻ്റെ ചാനലുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ആക്ച്വലി ലേണിങ്ങിൻ്റെ ന്യൂറോ സയൻസ് വിവരിക്കുന്ന, നിങ്ങളുടെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കരിയർ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് എത്ര എക്സ്പേർട്സുമായിട്ട് ഈ ഒരു ചാനലിലൂടെ ഡിസ്കഷൻ നടത്തി എന്നുള്ളത് നിങ്ങൾ നോക്കുക. നഴ്സിംഗ് ആവട്ടെ, MBBS ആവട്ടെ, പാരാമെഡിക്കൽ കോഴ്സസ് ആവട്ടെ, ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആവട്ടെ, അതിൽ കുട്ടികളാവട്ടെ, വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാവട്ടെ, ഒരുപാട് വീഡിയോസ് ഈ ചാനലിലൂടെ ഉണ്ട്. ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ള ഹാർഡ് ട്രൂത്ത് വീഡിയോക്കാളും എത്രയോ ഇരട്ടി ചാനലുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും അതിനൊന്നും അധികം വ്യൂസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യൂസ് ലഭിച്ചതുണ്ട്, വ്യൂസ് അധികം ലഭിക്കാത്തതുണ്ട്. ഓക്കെ, പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് ഒരു ഹ്യൂമൻ നേച്ചറാണ്. നമ്മളെപ്പോഴും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളൊരു വിവാദം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊന്ന് ഉണരുക. അത് ഒരു ഹ്യൂമൻ നേച്ചറാണ്, എല്ലാവർക്കും ഉള്ള, നിങ്ങൾക്കും എനിക്കുള്ള നേച്ചറാണ്. ആളുകൾ കണ്ടിട്ട് കൊണ്ടാണല്ലോ വ്യൂ കൂടുന്നത്. അപ്പോൾ ആളുകൾ കാണാൻ കാരണം എന്താ? ആളുകൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വിവാദങ്ങളിലുള്ള പെർസ്പെക്റ്റീവ്സ് ഇഷ്ടമാണ് എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറം ഒരു സയൻസ് ഓഫ് ലേണിംഗിന്റെ വീഡിയോ ചിലപ്പോൾ അത്രയധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. ഡു ഐ കെയർ? ഐ ഡോണ്ട് കെയർ. അത് ആവശ്യമുള്ളവർ കാണട്ടെ, അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും, യൂട്യൂബിലൂടെ ഒരുപാട് കാശ് ഉണ്ടാക്കാറില്ലേ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത് ഓൾറെഡി എൻ്റെ വീഡിയോസിലൂടെ ഒരുപാട് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൾട്ടിപ്പിൾ വർക്കുകൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്നുണ്ട്. ഞാൻ IIT മദ്രാസിലാണ് പഠിച്ചത്. ഞാൻ ഇന്റൽ എന്നുള്ള വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൽ ഞാൻ ഒരു ഡിസൈൻ ലീഡാണ്. അവിടെ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. എൻ്റെ ഒരു യൂട്യൂബിൽ നിന്ന് ഒരു മാസം കിട്ടുന്ന എൻ്റെ ഒരു യൂട്യൂബ് മോണിറ്റൈസേഷൻ വരുന്നൊരു എമൗണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ ഒരു എന്താ പറയുക 1/30 പോലും ആവില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വളരെ വിനയത്തോട് കൂടിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഞാൻ ആ കാശ് എടുക്കാറില്ല, ഞാൻ അത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് വരുന്ന കാശൊന്നും ഞാൻ എന്ത് ചെയ്യാറില്ല, ഞാൻ എൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാനത് ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഒരു സ്റ്റാൻഡാണ്. എൻ്റെ പല കാരണങ്ങളാൽ എൻ്റെ ഒരു എത്തിക്കൽ വാല്യൂസുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സ്റ്റാൻഡാണിത്. അതുകൊണ്ട് തന്നെ വ്യൂസ് കൂടിയത് കൊണ്ട് ഇതിൽ നിന്ന് കുറേ കാശ് യൂട്യൂബ് അത് മാത്രം കാശൊന്നും ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയും മോണിറ്റൈസേഷൻ പോളിസിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. കൂടുതലും പ്രൊമോഷൻസും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടാണ് ആളുകൾ കാശ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രത്യേകിച്ച് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൽ ഒരൊറ്റ പ്രൊമോഷൻ വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് വാസ് ഫോർ എ മൾട്ടിനാഷണൽ കമ്പനി, കാഷ്യോ എന്നുള്ള ബ്രാൻഡിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. വേറെ ഒരുപാട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇനി ചെയ്യാനിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. എൻ്റെ ഒരു സ്റ്റാൻഡ് അതാണ്. കാരണം ഞാൻ എന്തുകൊണ്ട് കാഷ്യോയുടെ വീഡിയോ ചെയ്തു? ഞാൻ കാഷ്യോയുടെ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ അത് വളരെ കാലം ഉപയോഗിച്ച് എനിക്ക് ബോധ്യം വന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ കമ്പനി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എന്നാൽ നേരെ മറിച്ച് ആരെങ്കിലും എന്നോട്
നിങ്ങളുടെ വീഡിയോയിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്യണം, ഈ ഒരു എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണം. എനിക്ക് എത്രയോ റിക്വസ്റ്റുകൾ വരാറുണ്ട്, എത്രയോ ഇമെയിൽസ് വരാറുണ്ട്. ഞാനതൊന്നും ചെയ്യാറില്ല, കാരണം എനിക്കത് ബോധ്യപ്പെട്ടില്ല. പ്രോബ്ലം ഞാൻ ബോധ്യപ്പെട്ടൊരു സംഭവം വരുമ്പോൾ, എനിക്ക് അത്രത്തോളം കൺവിൻസിങ് ആയ സാധനം വരുമ്പോൾ മാത്രമേ ഞാനത് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാൻ പ്രൊമോഷനിലൂടെ എന്ത് ചെയ്യാറില്ല, ഞാൻ അങ്ങനെ കാശ് ഉണ്ടാക്കാറില്ല. കാരണം നിങ്ങൾ ഏത് യൂട്യൂബർ എടുത്ത് നോക്കുക, അവരൊക്കെ ഒരു ക്യാഷ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവർ വ്യൂസ് കൂട്ടി അവർ ക്യാഷ് ഉണ്ടാക്കുന്നത് ഇത്തരം പ്രൊമോഷൻസ് ചെയ്തിട്ടായിരിക്കും. എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ ഞാനത് ചെയ്യാറില്ല. പിന്നെ ഞാൻ എന്താണ് എൻ്റെ ഒരു ടൈമിൽ ഞാൻ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ വലിയൊരു മാറ്റത്തിനാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മണ്ടന്മാരായി വളർന്നു വരുമ്പോൾ നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കേരളം ഒരു നോളജ് എക്കോണമി ആവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നോളജ് എക്കോണമി ആവണം എന്നുണ്ടെങ്കിൽ അവിടെ നോളജ് ഉള്ള ആളുകൾ വേണം, റിസർച്ച് കേപ്പബിലിറ്റി ഉള്ള ആളുകൾ വേണം, ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ആളുകൾ വേണം, ക്രിട്ടിക്കൽ തിങ്കിങ്ങും ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ഉള്ള ആളുകൾ വേണം. ഈ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ ആളുകൾ ആരാണ്? ഇന്ന് 5ലും 6ലും 7ലും 8ലും 9ലും 10ലും പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്, നമ്മുടെ പ്രിയപ്പെട്ട അനിയന്മാരാണ്, അനിയത്തിമാരാണ്. അവരെ നമ്മുടെ സ്കൂൾ സിസ്റ്റം ഒരു റോട്ടൺ ലേണിംഗ് സിസ്റ്റത്തിലോട്ട് കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്താത്ത, അവരെ ഭാവിയിൽ എവിടെയും എത്തിക്കാത്ത ഒരു സിസ്റ്റത്തിലോട്ട്. എൻ്റെ ശ്രമം എന്നുള്ളത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ്. നമ്മുടെ കുട്ടികളെ ഏറ്റവും ബെസ്റ്റ് ആക്കുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 3-4 വർഷം മുമ്പ് XY ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ളത്. അന്ന് ഞങ്ങൾ 10 കുട്ടികൾ വെച്ചാണ് തുടങ്ങിയത്. ഇന്ന് 3000-ഓളം കുട്ടികൾ XY ലേണിംഗിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാന പുരസ്സരം പറയാൻ പറ്റും. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്നുള്ളത് ക്ലാസ് 5 മുതൽ 10 വരെയുള്ള കുട്ടികളെ, അവരിൽ സയൻസിലും മാത്സിലും മിടുക്കരായിട്ടുള്ള അല്ലെങ്കിൽ അതിലോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എത്തിക്കുക. അതിനുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് അവരുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ കൂടെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊരു 4-5 ആളുകൾ, അതിൽ തന്നെ ഒരു 3 ആളുകൾ ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയത്. ഇന്ന് 100-ലധികം സ്റ്റാഫ് XY ലേണിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 100 ആളുകളെ എംപ്ലോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എൻ്റെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ്, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം 3000-ലധികം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ പഠിപ്പിച്ച പല ആളുകളും ഇന്ന് IIT മദ്രാസിലേക്ക് ഞാൻ കഴിഞ്ഞ മാസം പോയപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ ബാച്ചിലൂടെ വന്ന സ്റ്റുഡൻസിനെ ഞാൻ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യുക, യൂട്യൂബിൽ കുറെ ആളുകളെ കൂട്ടുക എന്നുള്ളതിനപ്പുറം വളരെ സൈലന്റ് ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള വർക്ക് XY ടീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ ഞങ്ങൾ മിടുക്കരായി കേരളത്തിലെ വൺ ഓഫ് ദ ക്രീം ബാച്ചസിനെ ഞങ്ങൾ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ വർക്ക് എന്നുള്ളത്, അതാണ് ഞങ്ങളുടെ ഔട്ട്പുട്ട് എന്നുള്ളത്. ആ ഔട്ട്പുട്ട് എന്നുള്ള ആ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് വളരെ സൈലന്റ് ആയിട്ട് വളരെ ഡിലിജന്റ് ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും XY ലേണിംഗിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ മക്കൾക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. സോ പിന്നെ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം എന്നുള്ളത് കൂടുതൽ പോസിറ്റീവ് കണ്ടൻസ് ചെയ്തൂടെ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ഞാൻ ചെയ്യാറുണ്ട്. ജസ്റ്റ് ദാറ്റ് പീപ്പിൾ ഹാവ് ടു ലിസൺ ടു ദാറ്റ്. അത് ആളുകളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ എൻ്റെ നഴ്സിംഗുമായി ബന്ധപ്പെട്ട വീഡിയോ, ഫാർമസിയുമായി ബന്ധപ്പെട്ട വീഡിയോ, കരിയേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോ, ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയ വീഡിയോസ് ഉണ്ട്. എന്നാൽ അതിനേക്കാളും മികച്ചതായിട്ട് ഞാൻ ചെയ്ത വീഡിയോസിന് ചിലപ്പോൾ ഒരു 5000 വ്യൂസ് പോലും വരാത്ത വീഡിയോസ് ഉണ്ട്. ദാറ്റ്സ് ഫൈൻ. അത് ഈ ഒരു അൽഗോരിതത്തിന്റെ ഈ ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷന്റെ പാർട്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അതിനെക്കുറിച്ച് എന്ത് ചെയ്യാറില്ല, അധികം വറി ചെയ്യാറില്ല. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ എൻ്റെ പ്രൊഫസർ ഡോക്ടർ ദിലീപ് നായരുമായിട്ട്, IIT മദ്രാസിലെ പ്രൊഫസറാണ്, പുള്ളിയായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തു. ഇറ്റ് ഗോട്ട് അറൌണ്ട് 32K വ്യൂസ്. ഓക്കെ, എന്നാൽ അത്രത്തോളം വ്യൂസ് കിട്ടാത്ത വീഡിയോസ് ഉണ്ട്, വിച്ച് ഇസ് ഫൈൻ. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഓഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, എൻ്റെ ഓഡിയൻസിന് എന്ത് കാണാം എന്നുള്ള താല്പര്യത്തെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ദാറ്റ്. ഞാൻ അതിനെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് എന്തുകൊണ്ടായിരിക്കും ആളുകൾ പിന്നെ ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ, കഴിഞ്ഞ ഒരു വർഷം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഞാനാണ്. അത് എൻ്റെ ഒരു ബാധ്യതയായിട്ട് ഞാൻ നിർവഹിച്ചൊരു കാര്യമാണ്. ഈ എക്സാം ലീക്കുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ +1 പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലെനിക്ക് ചീത്ത കേട്ടിട്ടുണ്ട്, എനിക്ക് അപ്രീഷിയേഷൻ കേട്ടിട്ടുണ്ട്, എന്നെ മീഡിയ ഹൗസുകൾ വിളിച്ചിട്ടുണ്ട്, എൻ്റെ ഇന്റർവ്യൂസ് നടന്നിട്ടുണ്ട്, പലതും നടന്നിട്ടുണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പലതും നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു വിവാദങ്ങൾ വരുമ്പോൾ, ഇപ്പം നീറ്റ് പരീക്ഷ എന്നുള്ളത് വിവാദമാകുന്നതിന് മുമ്പ് തന്നെ അത്തരം പരീക്ഷയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ വളരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ആരും കേട്ടിട്ടില്ല. പക്ഷെ അത് വിവാദമായപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വ്യൂവർഷിപ്പ് കൂടി. അതൊരു വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈവൻ നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ അതിലോട്ട് അറ്റാച്ച്ഡ് ആവുക എന്നുള്ളത് ഒരു ഹ്യൂമൻ
ഒരു നേച്ചറാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ജേണി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു മിഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ സപ്പോർട്ട് തരാൻ കഴിയുന്നിടത്ത് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നത് എങ്ങനെയാണ്? ഈ കാര്യങ്ങൾ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കുക, നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കുക, സൊസൈറ്റിയുടെ ഒരു ചർച്ചാ വിഷയമായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നീറ്റ് പരീക്ഷാ വിവാദം വരുമ്പോൾ ഇവിടെ മീഡിയ റൂമിൽ ചർച്ചകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുമ്പോൾ മീഡിയ റൂമിൽ ചർച്ചകൾ ഉണ്ടാവും. പക്ഷേ അതല്ലാത്ത സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച്, നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മൾ എപ്പോഴാണ് ചർച്ച ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും, ഞാനും അടക്കം, ആലോചിക്കേണ്ട വിഷയമാണ്. ആ ഗൗരവമായ ചർച്ചയെ കേരള സമൂഹത്തിന് മുമ്പിൽ, പ്രബുദ്ധരെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമായിട്ട് ഞാൻ കരുതിയിട്ടുള്ളത്. അത് നിർബാധം തുടരണം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ്. നേരത്തെ പറഞ്ഞതുപോലെ എക്സ് ആൻഡ് വൈ ലേണിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണം, ഞങ്ങളുടെ വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. യു ക്യാൻ കോൺടാക്ട് അസ്. ഓക്കെ, നിങ്ങളുടെ കുട്ടികളുടെ ഒരു അഡ്മിഷൻ, അവരുടെ ഗൈഡൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. സോ താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.